പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വരാമെന്നരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ വചനവുമായി പ്രഭാതത്തിൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ എല്ലാ നല്ല സാവകാശങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ച വേദഭാഗത്തിൻ്റെ അകത്ത് ആ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചില ദിവസങ്ങൾ നമ്മൾ കടന്നു പോകും. നിങ്ങളുടെ ഏവരെയും പ്രാർത്ഥന എൻ്റെ വചനധ്യാനത്തിൽ സഹായമായി മാറേണ്ടതിന് ഞാൻ ചോദിക്കുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ യൂട്യൂബിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടിയും വാട്സാപ്പിൽ കൂടിയും ലഭിക്കുന്ന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നു എങ്കിൽ നിങ്ങൾ അതിനകത്ത് റിപ്ലൈ അയക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലാളിത്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ സമ്പാദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്നതാണെങ്കിൽ ആ സമ്പാദ്യം ദൈവത്താൽ വരുന്നതല്ല എന്ന് നമ്മൾ നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഏതൊരു അനുഗ്രഹവും, ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ, ഏതൊരു അനുഗ്രഹവും നമ്മെ ക്രിസ്തുവിങ്കിലേക്ക് അടുപ്പിക്കുന്നതാണ്. ക്രിസ്തുവിങ്കിലുള്ള ലാളിത്യം നമ്മളിൽ വെളിപ്പെടുന്നതാണ്. ആത്മീയ വർധനവ് ഒരുത്തനിൽ ഉണ്ടായാൽ അവൻ്റെ അകത്ത് വളരെ താഴ്മയും വിനയവും ഉണ്ടാകും. അടുത്തത്, ഭൗതികമായ വർധനവ് ഒരുത്തനുണ്ടായാലും അവനിൽ താഴ്മയും ലാളിത്യവും അവനിൽ വിനയവും ലഭിക്കുന്നില്ല എങ്കിൽ അവൻ്റെ അകത്ത് ക്രിസ്തുവിൻ്റെ വാസം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ വാസം ചെയ്യുന്നില്ല എന്ന് നമുക്ക് ദർശിപ്പാൻ തക്കവണ്ണയായി മാറും. അതുകൊണ്ട് ലോകത്തിൻ്റെ സമ്പാദ്യങ്ങളാകട്ടെ ആത്മീയ സമ്പാദ്യങ്ങളാകട്ടെ ഇതെല്ലാം ശിഷ്യന്മാരുടെ ഹൃദയം യേശുവിലേക്ക് അടുപ്പിക്കുന്നതായി മാറണം. യേശുവിലേക്ക് അടുപ്പിക്കാത്ത അനുഗ്രഹങ്ങൾ അത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. നമ്മുടെ ഭക്തി വാസ്തവത്തിൽ എന്തിനോടാണ് എന്ന് നമ്മൾ ശരിയായ നിലയിൽ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഭക്തി എന്തിനോടാണ് യോജിച്ചിരിക്കുന്നത് എന്ന് നാം ശരിയായ നിലയിൽ നമ്മോട് തന്നെ ചോദിക്കണം. നമ്മുടെ ഹൃദയങ്ങൾ ലോകത്തിൻ്റെ വസ്തുവകളിലാണോ ഉറച്ചിരിക്കുന്നത്? അത് അഭയോടുള്ള അഭിവാഞ്ചയും ക്രിസ്തുവിനുള്ള വിശ്വസ്തതയും ഒരുമിച്ച് കൊണ്ടുപോകുവാനാണോ നമ്മുടെ പരിശ്രമം എന്നും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവരോട് മാത്രം വിശ്വസ്തരായി നിലകൊള്ളണോ എന്നും ഇവിടെ ചോദിക്കുകയാണ്. ഇവിടെ 3 കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഒന്ന്, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ലോകത്തിൻ്റെ വസ്തുവകകളിലാണോ നമ്മുടെ പ്രത്യാശ ഉറച്ചിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മുടെ പ്രത്യാശ ഉറച്ചിരിക്കേണ്ടത് ലോകത്തിൻ്റെ വസ്തുവകകളെ സമ്പാദിക്കുന്നതിലല്ല, മറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ലോകത്തിൻ്റെ സമ്പാദ്യങ്ങളെ ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ അകത്തെ ദൈവഹിതം എന്ന് വെളിപ്പെടുന്നത്. 2, ലോകത്തിൻ്റെ നന്മകൾ പ്രാപിപ്പാനുള്ള നമ്മുടെ അഭിവാഞ്ച എത്രത്തോളം അധികമാണ് എന്ന് നമ്മൾ ഒന്ന് ശോധന ചെയ്യണം. ഈ ലോകത്തോടുള്ള അഭിവാഞ്ച ഉണ്ടാകുമ്പോൾ തന്നെ ക്രിസ്തുവിനോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള വിശ്വസ്തതയും കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് വിചിന്തനം ചെയ്യുമ്പോഴാണ് അതിൻ്റെ അകത്തെ ക്രിസ്തുവിൻ്റെ അനുഗ്രഹം എന്ന നിലയിലും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലാളിത്യം എന്ന നിലയിലും നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് മാത്രം വിശ്വസ്തത പുലർത്തുക മാത്രമല്ല, ദൈവത്തോടും മനുഷ്യരോടും ലോകത്തോടും തന്നെ നമ്മൾ വിശ്വസ്തത പുലർത്തുന്നവരായി മാറണമെന്ന് ദൈവം ഇതിൽ നിന്നും ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്. നിങ്ങളുടെ നിക്ഷേപം എവിടെ ഇരിക്കുകയാണ്, ഹൃദയം എവിടെ ഇരിക്കുന്നു, അവിടെയാണ് നിങ്ങളുടെ ഹൃദയം ഇരിക്കത്തുള്ളൂ എന്ന് യേശു പറയുവാൻ കാരണം. രണ്ടാമത് കാണാൻ കഴിയുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു എന്നിവിടെ കാണാൻ കഴിയുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ വിളക്ക് എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയമാണ്. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ നാവ് പ്രസ്താവിക്കുന്നത് എന്ന് മറ്റൊരു ഭാഗം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് കണ്ണിൽ അന്ധകാരം നിറഞ്ഞിരുന്നാൽ ശരീരത്തിൻ്റെ അന്ധകാരം എത്ര ഭീകരമായിരിക്കും എന്ന് നമ്മൾ അറിയുന്നു. എന്ത് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഹൃദയവും കണ്ണും ശരീരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന്, ഹൃദയത്തിൻ്റെ അകത്ത് നിന്നും കണ്ണിൻ്റെ കാഴ്ചയിൽ നിന്നും വെളിപ്പെടുന്ന
പ്രവൃത്തി തലങ്ങൾ വെളിപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാവിൽ കൂടി വെളിപ്പെടുന്ന സംസാര ശൈലികൾ നിന്റെ ഹൃദയത്തിൻ്റെ അകത്തുള്ള സ്വഭാവത്തെ വിളിച്ചു പറയുന്നതും നിന്റെ കണ്ണിൻ്റെ അന്ധകാരം എത്രത്തോളം വലുതാണെന്നും വിളിച്ചു പറയുന്നതാണ്. ദൈവിക വചനത്തോടുള്ള ബന്ധത്തിൽ അറിവില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നാം ആത്മീയ കുരുടന്മാരായി മാറുന്ന ഒരനുഭവത്തിലേക്ക് മാറുന്നു. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുക, ഒരിക്കൽ നമ്മൾ ആത്മീക കുരുടന്മാരായി മാറാതെ ദൈവത്തിൻ്റെ അകത്ത് ആത്മീക കാഴ്ചപ്പാടുള്ളവരായി, ആത്മീക വിളക്ക് ശോഭിക്കുന്നവരായി, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ക്രിസ്തുവിൻ്റെ വെളിച്ചം വീശുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രകാശപൂർണമായി മാറുന്നു എന്നിവിടെ കാണാൻ കഴിയുന്നു. ഭൗതിക വസ്തുവിനോടാണ് ഒരുവൻ്റെ ഹൃദയം പറ്റിച്ചേർന്ന് നിൽക്കുന്നത് എങ്കിൽ അവനിൽ ഇരുട്ട് നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിനോട് ചേർന്നാണ് അവൻ്റെ ഹൃദയം ഭൗതിക വസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നത് എങ്കിൽ അവൻ്റെ ജീവിതം ക്രിസ്തുവിൽ ഏറ്റവും ധന്യമായി തീരുകയും അവൻ്റെ ഭൗതികത ക്രിസ്തുവിൻ്റെ നാമം മഹത്വത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ദൈവാത്മാവ് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ വലിയ സാധ്യതകൾ നമുക്ക് വേണ്ടി തുറന്നു കിടക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിതം നയിപ്പാൻ ആത്മനിറവിൽ നമ്മൾ ഒരുങ്ങുക. ലാളിത്യം നമ്മുടെ ജീവിതത്തിൽ മുഖമുദ്രയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലെ വചനധ്യാനത്തിൽ നിന്ന് ഇരിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മാറനാഥ.